സിമ്പിൾ പാർട്ടി വെയർ കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ആൻറ്റി ഗോൾഡിൻ്റെ തന്നെ ലോങ് 2 ബീഡ്സ് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ ഇത്. പിന്നെ ഗോൾഡൻ സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസ് നമ്പർ 3 ആണ് കേട്ടോ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് സ്റ്റോൺ ആണ്. പിന്നെ ഇതുപോലെ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. കുറച്ചധികം മെറ്റീരിയൽസ് നമ്മളിതിന് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെഡ് സിൽക്ക് ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ പാറ്റേൺ. അപ്പോൾ അത് ഞാൻ വൈറ്റ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ക്ലോത്തിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്ന സ്റ്റെമ്മിൻ്റെ പോർഷനിലൂടെയാണ്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എടുത്തിട്ട് ഒരു കട്ട് ബീഡ് എടുത്ത ശേഷം ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്ക വീഡിയോയിലും നീഡിൽ യൂസ് ചെയ്യുന്നതിൻ്റെ നമ്പർ പറയാറുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ പുതിയ കുറേ പേര് നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരേത് നീഡിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മിക്കവർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നീഡിലിൻ്റെ നമ്പർ പറയുന്നത്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് നമ്മൾ കട്ട് ബീഡ് അല്ലെങ്കിൽ സീക്വൻസൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിൽ. അപ്പോൾ ഞാൻ ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡിലാണ് ഇവിടെ ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് വേറെ ഒന്നിനുമല്ല, ബീഡ്സ് ഇളകി പോകാതിരിക്കാനായിട്ട് ആണ് നമ്മളിങ്ങനെ ഒരു ബാക്ക് സ്റ്റിച്ചിൻ്റെ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലാതെ പല മെത്തേഡിൽ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ബിഗിനേഴ്സൊക്കെ ആകുമ്പം ബീഡ്സ് ഇളകിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അഫിലിയേറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പർച്ചേസ് ലിങ്ക്, അപ്പം നീഡിലിൻ്റെ പർച്ചേസ് ലിങ്കോ അല്ലെങ്കിൽ ബീഡ്സിൻ്റെ പർച്ചേസ് ലിങ്കോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ അഫിലിയേറ്റിൽ ചെക്ക് ചെയ്താൽ മതി. ഇനി ആ വലിയൊരു റൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് അവിടെ വൈറ്റ് ഫിറ്റിംഗ് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫിറ്റിംഗ് സ്റ്റോൺ ഒട്ടിച്ചിട്ട് കുറച്ചധികം സമയം നമ്മൾ വെറുതെ വിടണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ അതിൻ്റെ ബാക്കി നമ്മൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. എടുത്തിട്ട് നീഡിലേക്ക് ഒരു റൗണ്ട് ബീഡ് ഒരു സീക്വൻസും ഒരുമിച്ച് എടുക്കുവാണ്. എടുത്തിട്ട് റൗണ്ടിൻ്റെ ബോർഡർ ഉണ്ടല്ലോ, ആ ബോർഡറിലേക്ക് നീഡിൽ ഇതുപോലെ താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 5 ഡയറക്ഷനിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നേരെ ഇനി ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ നീഡിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ സിൽക്ക് ത്രെഡ് 5 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 10 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നീഡിലെടുക്കുവാണ്. എടുത്തിട്ട് നീഡിലേക്ക് ത്രെഡ് ഒരു തവണ ഒന്ന് ചുറ്റുക. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു സീക്വൻസും കൂടെ ആഡ് ചെയ്തിട്ട് സർക്കിളിൻ്റെ ബോർഡറിലേക്ക് ഇതുപോലെ താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ ലോങ് ഫ്രഞ്ച് നോട്ട് വിത്ത് സീക്വൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ബീഡിൻ്റെ ഇടയ്ക്കായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെറിയ ഈ റൗണ്ടിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. എടുത്തിട്ട് ഒരു സീക്വൻസ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ സർക്കിളിൻ്റെ ബോർഡറിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈവൻ ആയിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ നോക്കിയാൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി അതിൻ്റെ നടുക്ക് വന്നിരിക്കുന്ന സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് അവിടെ ഒരു റൗണ്ട് ബീഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി
ഇനി അടുത്ത ഒരു ടൈപ്പ് ഫ്ലവർ ചെയ്യാനായിട്ട് സർക്കിളിൻ്റെ നടുക്ക് നിന്ന് ഇതുപോലെ നീഡിലെടുത്തിട്ട് ആദ്യം ഒരു റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യുവാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് ആ റൗണ്ട് ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് വീണ്ടും നീഡിലെടുക്കണം. എടുത്തിട്ട് നമുക്ക് ആ നീഡിലേക്ക് ഒരു 6 റൗണ്ട് ബീഡ് ഒരുമിച്ചെടുക്കണം. ഇത് ഈ ഒരു രീതിയിൽ എടുക്കുക. എന്നിട്ട് ആ റൗണ്ട് ബീഡിന് ചുറ്റുമായിട്ട് ഈ ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇവിടെയോട്ട് നീഡിലൊന്ന് ഇതുപോലെ കടത്തിയിട്ട് വലിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ വലിച്ചു കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ടൊരു റൗണ്ടായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇടയ്ക്കെല്ലാം ലോക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ചെറിയൊരു ബ്രാഞ്ചാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ലോങ് 2 ബീഡും ഒരു റൗണ്ട് ബീഡും ഒരുമിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അടുത്ത് നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിലെടുത്തിട്ട് ഒരു 3 കട്ട് ബീഡ് ചെരിച്ച് വെച്ചിട്ട് നമുക്ക് ലീഫ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 2 വശത്തായിട്ട് ഇതുപോലെ ഡിസൈൻസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് വന്നിരിക്കുന്ന സ്പേസ് ഇനി ഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ കട്ട് ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ നേരത്തെ എങ്ങനെയാണോ സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്ത് അതേ രീതിയിൽ തന്നെ കട്ട് ബീഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 റോ കട്ട് ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റോ ഞാൻ ചെയ്യുന്നത് ലോങ് 2 ബീഡ് വെച്ചിട്ടാണ്. അതൊരു സിക്സാക് ഷേപ്പിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കുവാണ്. എന്നിട്ട് ചെരിച്ച് വെച്ചിട്ട് ലോങ് 2 ബീഡ് എടുത്ത ശേഷം ചെരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഈ ഒരു ചെറിയ കട്ട് ബീഡ് വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ലുക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതും ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. നല്ല റിച്ച് ലുക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാർട്ടി വെയർ കുർത്തിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.